ഗംഭീര വാരീധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട വീട് എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹാനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ കൊണ്ടിരിപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന സ്തോത്രം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭൂമണ്ഡലത്തെ നിർമ്മിച്ചു ഞാൻ ആദ്യമായ വിശ്വാസിതമായ ദൈവമാവും നിമർത്തിലെ പൊടിയിലേക്ക് മടങ്ങി ചെരുമാറാക്കും. മനുഷ്യപുത്രന്മാരെ തിരിവരുന്നരുൾ ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ, രാത്രി യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളർന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളെ കൃത്യങ്ങളെ നിന്റെ മുമ്പിൽ, ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശനം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ നെടുവേർ പോലെ കഴിക്കുന്നു. ഞങ്ങൾ ആഴ്ചകാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും തക്കമത്തിൽ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെ, നിന്നെ ഭയപ്പെടാൻ നിൽക്കുന്ന നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കോണം. ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയയോട് തൃപ്തരാക്കണം. എന്നാൽ ഞങ്ങൾ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷാന്തിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് ദാസന്മാർക്കിന്റെ പ്രവൃത്തി ഒരു മക്കൾക്ക് എന്റെ മഹത്വം പെരുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ നിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കയ്യിലെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. അതേ, ഞങ്ങളുടെ കയ്യിലെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. കർത്താവ് നാമം വാഴ്ത്തപ്പെടുമാകട്ടെ എന്ന് ഹൃദയത്തോടെ പറയുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. നിലർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സഭയ്ക്കെല്ലാവർക്കും സകല മനുഷ്യർക്ക് സമാധാനമാക്കി നമുക്ക് തന്നെ സകലദാസന്മാർക്ക് നിത്യജീവൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവസ്ഥനായ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോൾ നമ്മോടുകൂടെ നയിക്കുവാനാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.
എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയിൽ പതിരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. മേൽ പകർന്നു ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരും വിശേഷാൽ പ്രിയ പിതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിന് നിന്റെ സ്നേഹകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയുടെ നിരന്തരമായ ദൈവസ്ഥാനത്തിന്റെ ആശ്വാസങ്ങൾ നീ അവർക്ക് നൽകണമേ. തന്റെ മഹത്വമുള്ള പുനർക്കാലത്ത് പ്രത്യാശയെ സന്തോഷം സമാധാനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വിശുദ്ധന്മാരും നിന്നെ ആരാധിക്കുന്നത് പോലെ ഞങ്ങളും നിന്നെ ആരാധിക്കേണ്ടതിന് അവർ നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ആശ്രയിക്കേണ്ടതിന് അവർ സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കേണ്ടതിനും അവരുടെ അതേ മനോഭാവം ഞങ്ങൾക്കും തരണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെന്തെങ്കിലും കടുപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് നിരവധിയുള്ള കൂട്ടായ്മ ഞങ്ങൾ നിലനിൽക്കുവാൻ നിത്യരാജികളുടെ പ്രത്യാശ ഞങ്ങൾ ജീവിക്കുവാൻ സ്വർഗീയ സമാധാനം ധൈര്യം അനുഭവിക്കുവാൻ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ഞാൻ നിന്നോട് വിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ ദൈവത്തെ യാതനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകർത്യം ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിലും നിന്റെ ഭയപ്പെടുവാൻ തക്കൊണ്ടും നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശ്വത്തിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക.
യഹോവയ്ക്കും അവന്റെ മക്കൾ ധാരാളം വീണ്ടെടുക്കുന്നു. അവൻ ഇസ്രായേലിന്റെ അവന്റെ അകൃത്യത്തിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിനോട് വിട്ടുപോകുന്നവൻ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികൾ ആത്മാക്കൾ ശരീരത്തിന് വാർന്ന് നയിക്കപ്പെട്ടതിനു ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെയോ അതിന് അറിയുകയുമില്ല. യഹോവയുടെ ദയ എന്നേക്കും അവൻ ഭക്തന്മാർക്ക് അവൻ നീതി മക്കളുടെ മക്കൾക്ക് ഉണ്ടാകും. നിത്യനോ അമർത്യനുമായുള്ളവനും സദൃശനുമായ രാജാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ നിലനിരന്തരം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തു സാക്ഷിയായിരിക്കുക. നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. അറിയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നഗരനികളെ ചെവികളെ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിസ്ഥനായ കർത്താവേ, മഹാശക്തിയുടെ ദൈവമേ, പരിശുദ്ധനെ കരുണയുള്ള രക്ഷിതാവേ, മഹായോഗ്യത നിത്യമായ കർത്താവേ, ഞങ്ങൾ അന്ത്യനാഴികൾ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ തിരിഞ്ഞു പോകാൻ സമ്മതിക്കരുതേ. മറ്റേതാണ് ഈ കുടുംബം. കൊച്ചുറുമ്പിൽ പരേതരായ ജോസഫിൻ്റെയും സലോമയുടെയും 4 മക്കളിൽ രണ്ടാമത്തെ മകനായി 1948 മാർച്ച് 8-ാം തീയതി ജനനം. നാളെ പ്രിയ പിതാവിൻ്റെ ജന്മദിനമാണ്. 1974 പൈപ്പട്ട് പരേതരായ ജോസഫിൻ്റെയും ശോസാമയുടെയും മകൾ മേരിയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. സഹോദരങ്ങൾ ഇപ്പോൾ ജോസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. പരേതരായ മേരിക്കുട്ടി, ജെയിംസ് ഇവരാണ് മറ്റു സഹോദരങ്ങൾ. 2024 മാർച്ച് മാസം 6-ാം തീയതി വൈകുന്നേരത്തോടുകൂടി താൻ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപിതാവ് ചേർക്കപ്പെട്ടു. ഇതാണ് പ്രിയപിതാവിനെ കുറിച്ചുള്ള വിവരം. ഈ സമയത്ത് സഭയുടെ റീത്ത് സമർപ്പിക്കുകയും എല്ലാ സംഘടനകൾക്കും വേണ്ടിയിട്ട് സ്നേഹമുള്ള യോഗത്തിൽ ഇന്നലെയും ഞാനൊക്കെയായി സഹകരിച്ചിട്ടുള്ള നിവാസികളോടും പ്രത്യേകിച്ച് മൊട്ട അയൽവാസി ആ മേഖലയിലുള്ള എല്ലാവരോടും സഭയുടെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ വളരെ ഏറെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാനും നമ്മുടെ സഭയും എല്ലാ സംഘടനകൾക്കു വേണ്ടിയും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ഈ ദേഹവിയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സമക്കിണറിലെ വിശ്രമത്താൽ സവക്കൊഴി ധനജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കായി ശുദ്ധീകരിച്ച കർത്താവേ, പുനരുത്ഥാനം ജീവനുമായിരിക്കുന്ന നിങ്ങൾ തന്നെ പ്രിയദാസൻ സ്വസ്ഥത അനുഭവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കൊഴി പ്രിയ പിതാവിന് ശരീരത്തിന് വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയാണെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
നിന്റെ വ്യാപാര ശക്തിയോട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹ മൂലം നിത്യജയക്ക് ഉറപ്പുള്ള ലക്ഷ്യവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടി നാം ഈ ദാസന്റെ ശരീരത്തിന് മണ്ണിന് മണ്ണായി ചേർത്തിന് ധാരമായി പൊഴിക്ക് പൊഴിയായി സമർപ്പിക്കുന്നു. മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ തന്നെ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളെ ശ്രമിക്കേണ്ടതാകുന്ന ആത്മാവ് പറയുന്നു. നിത്യജീവനിലേക്ക് ഓർക്കുന്നുള്ള നിശ്ചയവും പ്രത്യാശയോടുകൂടെ പ്രിയപിതാവിന് മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൊഴിക്ക് പൊഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശങ്ങളെ കാണപ്പെടാത്ത ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ അവൻ സർവ്വവും ജനിക്കപ്പെട്ടു. ദൈവത്തിന്റെ ദൈവം സത്യദേവ സത്യദേവം ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദത്തിൽ പ്രവേശിക്കുക. ഞങ്ങൾ സകല സുഹൃത്തവും ദൈവഭക്തികൾ നടത്തി നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സർവലോകത്തിന്റെ ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ധർമ്മേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളവർക്ക് സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ക്ഷമയും ആശ്രമില്ലാതിരിക്കുന്നവർക്ക് വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളെ വീണ്ടെടുക്കാൻ ഇഷ്ടവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുദ്ധാന ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവരുടെ ശക്തിയായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ മാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. നിൻ
ആശ